കെ.എം. ഷാജിയെ പോലെയുള്ള ലീഗിന്റെ തീവ്ര വർഗീയ നിലപാടുകാർ ഈ നാട്ടിൽ സംഘപരിവാറിന് ചെയ്തു കൊടുത്ത വലിയൊരു സഹായമുണ്ട്. എന്താണെന്നല്ലേ? ഇന്നിപ്പോ രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒട്ടകം ഗോപാലകൃഷ്ണൻ പറഞ്ഞ പച്ച വർഗീയത, ഗുരുവായൂർ മണ്ഡലത്തിൽ ഹിന്ദു ജയിക്കേണ്ടതിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതരം വർഗീയ പരാമർശം, ആ പരാമർശം വലിയ വിവാദമായി, അതിനെതിരെ കേസെടുക്കുന്ന സാഹചര്യമായി. അതിനുശേഷം എങ്ങനെയാണ് BJP ഇതിനെ ഇപ്പോൾ ന്യായീകരിക്കുന്നതെന്ന് കേൾക്കണ്ടേ? അവിടെയൊക്കെയാണ് ഈ നാട്ടിൽ കെ.എം. ഷാജിയെ പോലുള്ള ന്യൂനപക്ഷ വർഗീയ മനസ്സുകൾ കേരളത്തിന്റെ മതേതരത്വത്തിന് ഏൽപ്പിച്ചിരിക്കുന്ന പോറൽ എത്ര തീവ്രമാണെന്ന് കേട്ട് ബോധ്യപ്പെടും. അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിയാണ്. ആ ചോദ്യത്തിൽ എന്താണ് തെറ്റ്? അത് ഹേറ്റ് എങ്ങനെയായിപ്പോയി? ഈ പിന്നെ മുസ്ലിം ലീഗിന്റെ എന്താ അദ്ദേഹത്തിന്റെ പേരെന്താ, ഷാജിയോ? ജലീലല്ല, മറ്റേ മതമാണെന്ന് കെ.എം. ഷാജി, പേരും ഓർമ്മയില്ല എനിക്ക്. കെ.എം. ഷാജി മതമാണ് പറയുമ്പോൾ അതാണ് ഹേറ്റ് സ്പീച്ച്. ഇദ്ദേഹം, ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ അതോട് സംസാരിച്ചിട്ടില്ല, ഞാൻ കുറച്ച് ബിസി ആയിരുന്നു. അദ്ദേഹം പറയുന്നത് ഗുരുവായൂർ എന്നൊരു പുണ്യസ്ഥലം, എനിക്കൊരു വലിയ അമ്പലമാണ്, ഞാൻ എല്ലാ കൊല്ലം പോകുന്നു, എല്ലാ മാസം പോകുന്ന ഒരു വ്യക്തിയാണ്. അവിടെ ഒരു വിശ്വാസിയായ ഒരു MLA വന്നാൽ നല്ലതല്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതിന്റെ ഒരു ഞാനൊരു പറയട്ടെ, വിടുവായ നാവുമായി മൈക്ക് കെട്ടിവെച്ച് പച്ച വർഗീയത വിളിച്ചു കൂവുക, അത് സംഘപരിവാർ അതേ രീതിയിൽ എടുത്തുകൊണ്ടുപോയി നാട്ടിലെ ഭൂരിപക്ഷക്കാർക്കിടയിൽ കേൾപ്പിച്ചുകൊണ്ട് ഇതാണ് ഇവർ അധികാരത്തിൽ വന്നാൽ ചെയ്യാൻ പോകുന്നു എന്ന് പ്രചരിപ്പിക്കുക. ഇങ്ങനെ ഹിന്ദുക്കളെ കൺസോൾട്ടേറ്റ് ചെയ്യുക. എവിടെയെങ്കിലും അവർ പച്ച വർഗീയത പറഞ്ഞാൽ, ഇന്നലകളിൽ ഷാജി പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ, ഷാജി പറഞ്ഞപ്പോൾ പ്രശ്നമില്ലേ, ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് അവർ പറയുന്ന വർഗീയതയെ റദ്ദാക്കി കളയുകയാണ്. ഇതാണ് ഈ നാട്ടിൽ ലീഗ് വളർത്തിക്കൊണ്ടുവന്ന ഷാജിമാരെ പോലുള്ള വർഗീയ മനസ്സുകൾക്ക്, ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞ ഉപകാരം. ഇപ്പോ എവിടെയും നടന്ന് വർഗീയത പറഞ്ഞിട്ട് ലീഗിലെ ഷാജി പറഞ്ഞില്ലേ, മതമാണ് പ്രശ്നം, അധികാരം പിടിച്ച് പലിശ സഹിതം മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു പിടിച്ചു കൊടുക്കണം, അങ്ങനെ മറ്റു മതസ്ഥർക്കിടയിൽ ആശങ്ക സൃഷ്ടിക്കാൻ കഴിയുന്ന രീതിയിലുള്ള വാചകങ്ങൾ അടിച്ചു വയ്ക്കുമ്പോൾ ആ വാചകത്തെ അടർത്തിയെടുത്ത് ഭൂരിപക്ഷ വിഭാഗക്കാർക്കിടയിലേക്ക് എത്തിച്ച് അവരെ ആശങ്കയാക്കുന്ന രീതിയിൽ പ്രചരണം നടത്തുകയാണ്. ഇങ്ങനെയൊക്കെയാണ് ലീഗുകാർ ഈ നാടിന് ചെയ്തു കൊടുക്കുന്ന ചില ഉപകാരങ്ങൾ. സംഘപരിവാറിന് എന്തും വിളിച്ചു കൂവാനും പിന്നീട് ഇത് പറഞ്ഞ് ന്യായീകരിക്കാനും അവസരമുണ്ടാക്കി കൊടുക്കുകയാണ്. ലീഗിനെന്ത് നഷ്ടം, അല്ലെങ്കിൽ ഷാജിക്ക് എന്ത് നഷ്ടം? ഷാജി ഇപ്പോഴും പറഞ്ഞ കാര്യത്തിന്റെ തീവ്രത മനസ്സിലാക്കാതെ സ്വന്തം മതവിഭാഗക്കാർക്ക് വേണ്ടി നിലകൊള്ളുന്ന മതേതരനായിട്ട് നടക്കുകയാണ്. ആ മതേതരനെ ചൂണ്ടിക്കാട്ടിയിട്ട് ഈ നാട്ടിലെ ഏറ്റവും വലിയ വർഗീയ വിഷങ്ങളായിട്ടുള്ള സംഘപരിവാറുകാർ അവരുടെ രീതിയിലും ഈ നാട്ടിൽ പച്ച വർഗീയത പറയുകയാണ്. ഇതാണോ വേണ്ടിയിരുന്നത്? എന്തായാലും അങ്ങനെ വർഗീയത പറഞ്ഞ ഷാഫിക്ക് ഇപ്പോൾ സുരക്ഷിത മണ്ഡലം കൂടി കൊടുത്തുകൊണ്ട് ലീഗുകാർ തന്നെ സംഘപരിവാറിന് ചൂണ്ടിക്കാണിക്കാൻ ഉദാഹരണം കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്തായാലും കേരളത്തിൽ വർഗീയത വച്ചു വിളമ്പാൻ അനുവദിക്കില്ല എന്ന നിലയിൽ സർക്കാർ ഇടപെടൽ നടത്തുമ്പോൾ ഗോപാലകൃഷ്ണനെതിരെയും കേസെടുക്കാനുള്ള നിർദ്ദേശം കൊടുത്ത് ആ പറഞ്ഞ വിടുവായത്തത്തിനെതിരെയും കേസെടുക്കുമ്പോൾ മറുവശത്ത് അതിനെയും ഇവർ ലഘൂകരിക്കാൻ വേണ്ടി, കണ്ടോ നമുക്കെതിരെ കേസെടുത്ത് ഷാജിക്കെതിരെ കേസെടുത്തില്ല എന്ന രീതിയിൽ വീണ്ടും വർഗീയതയ്ക്ക് അവസരമുണ്ടാക്കി കൊടുക്കുകയാണ്. ഇതൊക്കെയാണ് ഈ നാട്ടിലെ ചില ലീഗുകാർക്ക് സംഭാവന ചെയ്യാൻ കഴിയുന്ന കാര്യം. ഇത്തരം ആൾക്കാരെയൊക്കെ ജനപ്രതിനിധിയായിട്ട് അയക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഭൂരിപക്ഷ വർഗീയതയെ കൂട്ടുപിടിച്ച് അധികാരത്തിലേക്ക് വരാൻ ശ്രമിക്കുന്നവർ ഉദാഹരണങ്ങളായി ചൂണ്ടിക്കാട്ടി കൊടുക്കുന്നതും അവർ അധികാരത്തിൽ വന്നാൽ ചെയ്യാൻ പോകുന്നത് എന്നതിനെ സംബന്ധിച്ച് വ്യാജ പ്രചരണങ്ങൾക്ക് വേണ്ടി മുൻപടിച്ച ഡയലോഗുകൾ എടുത്ത് ആയുധമാക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ലീഗന്മാർ തിരിച്ചറിയേണ്ടതുണ്ട്. ഈ നാട്ടിൽ സംഘപരിവാറിനെതിരെ ശക്തമായിട്ട് നടപടിയെടുക്കാനോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യാനോ പറ്റാതെ പോകുന്നത് ചില സന്ദർഭങ്ങളിൽ ലീഗിന്റെയും സുഡാപ്പികളുടെയും വായിൽ കിടക്കുന്ന നാവ് ശരിയല്ലാത്തത് കൊണ്ടാണ്. വർഗീയത പറഞ്ഞുകൊണ്ടല്ല നേരിടേണ്ടത്, അതിനെ മതേതരത്വം കൊണ്ട് നേരിടണമെന്ന് ആവർത്തിച്ച് പറഞ്ഞാലും ലീഗ് നേതാക്കന്മാരുടെ തലയ്ക്കകത്ത് ആളുതാമസമില്ലാത്തതിന്റെ പ്രശ്നമാണ്. കേരളത്തിലെ ഒരു മണ്ഡലത്തിൽ മത്സരിക്കുന്ന സംഘപരിവാർ നേതാവായിട്ടുള്ള ഗോപാലകൃഷ്ണൻ പച്ച വർഗീയത പറഞ്ഞപ്പോൾ അതിനെ തിരിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ ന്യായീകരിക്കാൻ ലീഗ് നേതാവ് ഷാജിയുടെ ഡയലോഗ് ഉദാഹരണമായി മാറുകയും ആ ചോദ്യത്തെ തന്നെ റദ്ദാക്കി കളയുന്ന സാഹചര്യം ഉണ്ടാക്കുന്നതെന്ന് ഈ നാട്ടിലെ മതേതര ബോധമുള്ള ന്യൂനപക്ഷക്കാർ ഒന്ന് തിരിച്ചറിയണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇതൊക്കെ മനസ്സിലാക്കി വേണം വോട്ടുകൾ രേഖപ്പെടുത്തേണ്ടത്. ആരാണ് സംഘപരിവാറിന് വർഗീയത പറയാനുള്ള അവസരമുണ്ടാക്കി കൊടുക്കുന്നു എന്നതിനെ സംബന്ധിച്ച് ചിന്തിക്കുന്നവർക്ക് ഈ ഉദാഹരണം കേട്ടാൽ ബോധ്യപ്പെടും.